ഇന്ന് നമ്മളെ വെളുത്ത മുടികൾ കറുപ്പിക്കുന്നത് മാത്രമല്ല നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള സ്ട്രേറ്റ് ഹെയർ കിട്ടാനുള്ള അടിപൊളി ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. പാർലറിലൊക്കെ പോയി കുറേ കാശ് കൊടുത്ത് സ്ട്രേറ്റൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ ഏത് ടൈപ്പ് ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരുപാട് ഹെയർ ഡൈയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പൊതുവേ കേൾക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പലർക്കും ആ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ മുടി കറുത്ത് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള തേയിലപ്പൊടി വേണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതും 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കി എടുക്കണം. ആ ഒരു ഡെക്കോഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതിൽ കാണിക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഹെയർ ഡൈ ചെയ്യുമ്പോൾ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നല്ലപോലെ തിളപ്പിച്ചെടുത്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ഡെക്കോഷന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇളം ചൂടുള്ള ഈ ഒരു ഡെക്കോഷൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഹെയർ ഡൈ സെറ്റ് ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ പാത്രം തന്നെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഹെയർ ഡൈക്ക് കുറച്ച് നല്ല ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. ഞാനിപ്പം ഗോദ്രേജിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഹെന്ന പൗഡർ ഏകദേശം 2 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഹെന്ന പൗഡറും നീലാമ്പരിയുടെ പൊടിയൊക്കെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി ഡേറ്റ് കഴിയാത്തത് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ആക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് കിട്ടില്ല. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നീലാമ്പരിയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഹെന്ന പൗഡറിൻ്റെ പകുതിയാണ് നീലാമ്പരിയുടെ പൊടി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അതാണ് കേട്ടോ ഏത് മുടിയും പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അത് വേറൊന്നുമല്ല, ബ്ലാക്ക് ഹെന്നയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എങ്ങനെയാണ് ബ്ലാക്ക് ഹെന്ന പൗഡർ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും മതി. കുറച്ച് ബ്ലാക്ക് ഹെന്ന പൗഡറും കൂടെ നമ്മൾ ഏത് ടൈപ്പ് ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ 3 പൗഡറും നല്ലപോലെ ഈവനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡെക്കോഷൻ ഉണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പം പറഞ്ഞ മെഷർമെൻറ്റിലാണ് നിങ്ങൾ എല്ലാം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 1/2 ഗ്ലാസ് ഡെക്കോഷൻ ഈ ഒരു ഹെയർ ഡൈക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ടകളില്ലാത്ത രീതിയിൽ ഈവനായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. ഇനി നമുക്ക് രാവിലെയാണ് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുവരേക്കും ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലിരുന്ന് അയൺ ഫെറോക്സൈഡൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ബ്ലാക്ക് കളറിൽ കിട്ടും. അയൺ ഫെറോക്സൈഡൊക്കെ നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ. പൊതുവേ നമ്മൾ വീട്ടിൽ ഹെയർ ഡൈ ചെയ്യുന്നവർക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുടിയിൽ ഹെയർ ഡൈ ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പം നമുക്ക് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹെയർ ഡൈ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം കേട്ടോ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ കട്ടകളില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുത്തിട്ട് നമുക്കിനി അടച്ച് ഇത് രാത്രി മുഴുവൻ സെറ്റാവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈയുടെ ഒരു കളറ് വന്നിട്ട് ചാണകപ്പച്ച കളറൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ നാളെ രാവിലെ എടുത്ത് നോക്കുമ്പം നല്ലതുപോലെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും. നമ്മളത് കൈകൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ ആ ഒരു കറുപ്പ് വരും കേട്ടോ. അതുകൊണ്ട് മാക്സിമം ഗ്ലൗസോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ അടുത്ത ദിവസം രാവിലെ തുറന്ന് നോക്കിയതാണ്, നല്ലതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ് തന്നെ നിങ്ങൾക്ക് മുടിക്കും കിട്ടും. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒട്ടും എണ്ണമെഴുക്കില്ലാത്ത മുടിയിൽ വേണം. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്കാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 1 പിഞ്ച് മാത്രം ഉപ്പ്. പെട്ടെന്ന് ആ ഒരു കളർ നമ്മുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയാണ് 1 പിഞ്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിൽ ഈ ഒരു ഹെയർ ഡൈ ഇട്ടതിന് ശേഷം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാവൂ കേട്ടോ. അതും ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ട് മുടി കഴുകരുത്. നാച്ചുറൽ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുടി കഴുകാവുന്നതാണ്.
ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് മാസത്തിൽ 4 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെളുത്ത മുടികൾ നല്ലപോലെ കറുത്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ ചെയ്താൽ മതി. ഒട്ടും തന്നെ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പു എന്നോ ഹെയർ പാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവം കാണാൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനുള്ള സമയത്ത് നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പാർലറിലൊക്കെ പോകാണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിലും ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കോഫി പൗഡറൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആണോ ആ ഒരു ഷാമ്പുവും കൂടെ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊതുവേ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ മുടി ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഡ്രൈ ആവുന്ന, റഫ് ആവുന്നു, മുടി കോമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പൊട്ടി പോകുന്നു എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് മുടി ഷാമ്പു ചെയ്യുന്നതെങ്കിൽ നല്ല സിൽക്കി സ്മൂത്തായിട്ട് കിടക്കും കേട്ടോ. മാത്രമല്ല നമ്മൾ മുടി ചീകിയിട്ട് കഴിയുമ്പോഴത്തേന് നല്ല ബൗൺസി ആയിട്ട് ഉള്ളുള്ളതുപോലെ നമുക്ക് മുടി കിട്ടും. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അകാല നരയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ കോഫി പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഷാമ്പു വാഷ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുടിക്കൊരു പാക്കായിട്ടും അല്ലെങ്കിൽ മുടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കഴിയും കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഷാമ്പുവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ എങ്ങനെയാണോ നമ്മൾ ഷാമ്പു തലയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നനഞ്ഞ മുടിയിലേക്ക് ഈ ഒരു ഷാമ്പു അല്ലെങ്കിൽ ഹെയർ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അതിനുശേഷം നമുക്ക് കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ നിങ്ങളുടെ മുടി ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പാർലറിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ മുടി കിട്ടും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. മുടി വളരുന്നതായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ മുടി കറുത്ത് കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2 അടിപൊളി ടിപ്പുകളാണ് കണ്ടത്. വെളുത്ത മുടി പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേയും കൂടെ തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഷാമ്പുവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.